നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ കനത്ത പോളിംഗ്. ഇതുവരെ കിട്ടിയ കണക്കനുസരിച്ച് 79.68% പോളിംഗ് നടന്നതായാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. നിയമസഭാ പൊതുതിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിലായി 79.68% പോളിംഗ് നടന്നു. രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ച 7 മുതൽ തന്നെ ജില്ലയിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഏറനാട് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 83.27% ഇവിടെ പോളിംഗ്. ഏറ്റവും കുറവ് പോളിംഗ് പൊന്നാനി മണ്ഡലത്തിലാണ്. 74.23% ഇവിടെ പോളിംഗ്. വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. വോട്ടെടുപ്പ് അവസാനിക്കുന്ന വൈകിട്ട് 6 ശേഷവും ചില മണ്ഡലങ്ങളിൽ ബൂത്തുകളിൽ വോട്ടർമാരുടെ നിരയുണ്ടായിരുന്നു. തിരൂരങ്ങാടി മണ്ഡലത്തിൽ കുണ്ടൂർ അത്താണിക്കൽ മദ്രസ, തെന്നല തറയിൽ, പന്താരങ്ങാടി സ്കൂൾ, വള്ളിക്കുന്ന് മണ്ഡലത്തിൽ വെളിമുക്ക് കൂഫ, വേങ്ങര മണ്ഡലത്തിൽ മമ്പുറം GLP സ്കൂൾ, അച്ചനമ്പലം സ്കൂൾ, വലിയോറ ഈസ്റ്റ് സ്കൂൾ എന്നിവിടങ്ങളിൽ 6 മണിക്ക് ശേഷവും വോട്ടെടുപ്പ് തുടർന്നു. വൈകിട്ട് 6 ക്യൂവിൽ നിന്ന എല്ലാവർക്കും ടോക്കൺ കൊടുത്ത് വോട്ടെടുപ്പ് പൂർത്തിയാക്കി. വോട്ടെടുപ്പ് ആരംഭിച്ച് രാവിലെ 9 മണിയായപ്പോഴേക്കും 15.46% പേർ വോട്ട് രേഖപ്പെടുത്തി. 11 32.3%, ഉച്ചയ്ക്ക് 1 മണിക്ക് 48.33%, 3 മണിക്ക് 62.29%, വൈകിട്ട് 5 75.72%. പോളിംഗ് അവസാനിക്കുമ്പോൾ ലഭ്യമായ വിവരമനുസരിച്ച് 79.68% പോളിംഗ് രേഖപ്പെടുത്തി. 3689 പോളിംഗ് ബൂത്തുകളിലായി 17,708 പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി 4729 സേനാംഗങ്ങളെയും നിയോഗിച്ചു. ഇതിൽ 58 കമ്പനി കേന്ദ്രസേനയ്ക്ക് പുറമെ കർണാടക, തമിഴ്നാട് പോലീസും കേരള AP ബറ്റാലിയന്റെ 9 കമ്പനികളും ഉൾപ്പെടുന്നു. പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്രസേനയുടെ പ്രത്യേക സുരക്ഷയും ഒരുക്കി. 15 സ്ഥലങ്ങളിലായി 43 പ്രശ്നസാധ്യത ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. 48 മാതൃകാ ബൂത്തുകൾ, 80 പിങ്ക് ബൂത്തുകൾ, ഭിന്നശേഷിക്കാർ ഉദ്യോഗസ്ഥരായ 3 ബൂത്തുകൾ എന്നിങ്ങനെയായിരുന്നു ജില്ലയിലെ പോളിംഗ് ബൂത്തുകളുടെ കണക്ക്. ജില്ലയിൽ 6 പൊതുനിരീക്ഷകർ, 4 ചെലവ് നിരീക്ഷകർ, ഒരു പോലീസ് നിരീക്ഷകൻ ഉൾപ്പെടെ 11 കേന്ദ്ര നിരീക്ഷകരാണ് തിരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ നിരീക്ഷിക്കാനുണ്ടായിരുന്നത്. 3689 പോളിംഗ് സ്റ്റേഷനുകളിലായി 4427 വീതം പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, 8854 പോളിംഗ് ഓഫീസർ, 351 വീതം സെക്ടറൽ ഓഫീസറും സെക്ടറൽ അസിസ്റ്റന്റും 1238 റൂട്ട് ഓഫീസറെയുമാണ് 56 മൈക്രോ ഒബ്സർവർമാരെയുമാണ് തിരഞ്ഞെടുപ്പിനായി നിയോഗിച്ചത്. പോളിംഗ് ഉദ്യോഗസ്ഥർക്കു പുറമെ 351 സെക്ടറൽ ഓഫീസർമാരെയും 351 സെക്ടറൽ അസിസ്റ്റന്റുമാരെയും 1258 റൂട്ട് ഓഫീസർമാരെയും 56 മൈക്രോ ഒബ്സർവർമാരെയും ഷാഡോ ബൂത്തുകളിൽ 15 അഡീഷണൽ ഒബ്സർവർമാരെയും നിയോഗിച്ചു. പോളിംഗ് ശതമാനം അനുകൂലമാണെന്ന് 3 മുന്നണികളും അവകാശപ്പെടുന്നുണ്ട്. മലപ്പുറത്ത് ഇത് UDF-നോ LDF-നോ എന്ന് റിസൾട്ട് വരെ കാത്തിരിക്കേണ്ടിവരും. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional. Amia Gold and Diamonds, Bypass Road, Chaman. 0494 2462 916. Mobile 9037 917 916.